വർക്കിംഗ് കിച്ചൻ്റെ വീഡിയോ ചെയ്തപ്പോൾ കുറേ പേര് കുറേയും കൂടെ സംശയം ചോദിച്ചിട്ടോ. അപ്പോൾ ഞാൻ മുമ്പ് ഇതുപോലെ കുറച്ച് പേര് ചോദിച്ചതനുസരിച്ചാണ് വീഡിയോ ചെയ്തത്. അതുകൊണ്ടാണ് ഒരു വീഡിയോ കൂടെ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് 2 പാർട്ടായിട്ട് ചെയ്യേണ്ടതായിരുന്നു. കാരണം പറഞ്ഞു വരുമ്പോൾ അത്യാവശ്യം ലെങ്ത് ആവുന്നുണ്ട്. അപ്പോൾ വർക്കിംഗ് കിച്ചൺ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൂടുതൽ പെരുമാറുന്നത് വർക്കിംഗ് കിച്ചണിലായതുകൊണ്ട് തന്നെ വർക്കിംഗ് കിച്ചണിലാണ് നമ്മുടെ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഗ്യാസ് സ്റ്റവ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും വർക്ക് ഏരിയയിലാണ്. മെയിൻ കിച്ചണിൽ നമ്മൾ വേറെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ടോപ്പ് ബോക്സ് ചെയ്തിട്ടില്ല, ബോട്ടം ബോക്സാണ് ചെയ്തിരിക്കുന്നത്. ടോപ്പ് ബോക്സ് ഒക്കെ പിന്നീട് ഒരു ഘട്ടത്തിലേക്ക് നീക്കി വെച്ച കാര്യങ്ങളും കൂടിയാണ് കേട്ടോ. അപ്പോൾ വിറകടുപ്പ് വയ്ക്കുമ്പോൾ ഇതിങ്ങനെ മുകളിലൊരു തട്ട് കൊടുത്തു കഴിഞ്ഞാൽ വിറകടുപ്പിൽ യൂസ് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ അവിടെ വെക്കാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ചോദിച്ചത് ചിലവായിരുന്നു. ചിലവ് ഒരു 1,20,000 നമ്മൾ ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് വീട് പണിത്. അപ്പോൾ പിന്നെ മെറ്റീരിയൽസിനും അതിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ പണിത ഒരളവിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ചിലവിൽ നിൽക്കണമെന്നോ ചിലപ്പോൾ കൂടുകയോ കുറയോ എന്താ സംഭവിക്കാമെന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ നീളം ചോദിച്ചിരുന്നു, നീളം വീതിയും ചോദിച്ചിരുന്നു. 6 അടി വീതിയും അതുപോലെ 30 അടിയോളം നീളവും ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു പാത്രം കഴുകിക്കുന്ന സ്റ്റാൻഡ്, അത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അതൊരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ കൊട്ടത്തളത്തിൻ്റെ ഹൈറ്റ് ചോദിച്ചു. ഹൈറ്റ് ഞാൻ എൻ്റെ ഹൈറ്റിനനുസരിച്ചാണ് ചെയ്തിരിക്കുന്നത്. എപ്പോഴും അടുക്കളയിൽ പെരുമാറുന്നവരുടെ ഹൈറ്റിനനുസരിച്ച് ഈ ഗ്യാസ് സ്റ്റവും അതുപോലെ തന്നെ അടുപ്പിൻ്റെ പൊക്കവും പാത്രം കഴുകുന്ന സ്ഥലത്തിൻ്റെയൊക്കെ പൊക്കം വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ എൻ്റെ ഹൈറ്റിനനുസരിച്ചാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. ഈ ഒരു റാക്ക് കാര്യങ്ങളൊക്കെ മീഷോ എന്നാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ആ ചില്ല് പാത്രങ്ങളും മീഷോ എന്ന് തന്നെയാണ് കേട്ടോ. പിന്നെ മുകളിലെ ഷീറ്റ് കുറച്ച് പേര് ചോദിച്ചിരുന്നു കേട്ടോ. അത് അപ്പോളോടെ ഫോം ഷീറ്റാണ്. അപ്പോൾ നമുക്ക് 6 അടി വീതി പ്ലസ് 4 അടി പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതുപോലെ ഇങ്ങനെ ഒരു റാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം കുക്കർ അങ്ങനത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ അവിടെ വയ്ക്കാനും സാധിക്കും കേട്ടോ. ഇത് മീഷോയാണേ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഒരു പാർട്ട് കൂടെ എന്തായാലും ചെയ്യേണ്ടി വരും. താങ്ക്